ആദരവായ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുന്നു, മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ കപ്പലിൽ മദ്യം വിറ്റിരുന്ന ആളായിരുന്നു. ആ കച്ചവടക്കാരന്റെ കാലത്ത് മദ്യം ഹറാമായിരുന്നില്ല. ഇസ്ലാമിന്റെ ആദ്യകാലത്തും അങ്ങനെ ആയിരുന്നല്ലോ. മദ്യം പിന്നീടാണ് നിഷിദ്ധമാക്കപ്പെട്ടത്. അപ്പൊ മദ്യം നിഷിദ്ധമാക്കപ്പെടാതിരുന്ന കാലത്ത് കപ്പലിൽ മദ്യം വിറ്റിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ, ഇയാൾ മദ്യം വിൽക്കുമ്പോ അതിൽ വെള്ളം ചേർത്തിട്ടാണ് വിറ്റിരുന്നത്. നമ്മൾ പാലിൽ വെള്ളം ചേർത്ത് വിൽക്കുന്നത് പോലെ. ആ മനുഷ്യന്റെ കൂടെ എപ്പോഴും ഒരു കുരങ്ങനുണ്ടാകും. ഈ കുരങ്ങൻ എന്ത് ചെയ്യും? ഇയാളുടെ കച്ചവടമെല്ലാം കഴിയുമ്പോ ഈ മനുഷ്യന്റെ പണക്കിഴിയെടുത്ത് കപ്പലിന്റെ പായ കെട്ടുന്ന വടിയുടെ മുകളിൽ കയറി നിന്ന് ഓരോ നാണയങ്ങളെടുത്ത് കടലിലേക്ക് വലിച്ചെറിയും. കപ്പലിന്റെ മുകളിൽ കയറിയിരുന്ന് കടലിലേക്ക് ഒരു നാണയം എറിയും, രണ്ടാമത്തെ നാണയം കപ്പലിലേക്ക് എറിയും. ഇതാണ് ഇയാളുടെ കൂടെയുള്ള കുരങ്ങിന്റെ ജോലി. അവസാനം 100 രൂപയാണ് അല്ലെങ്കിൽ 100 ദീനാറാണ് ഇയാൾക്ക് കച്ചവടത്തിൽ നിന്ന് വരുമാനം കിട്ടുന്നതെങ്കിൽ അതിൽ 50 കടലിലേക്ക് കുരങ്ങനെറിയും, 50 കപ്പലിലേക്കും എറിയും. എത്ര വിറ്റ് കിട്ടിയാലും അതിന്റെ പകുതി കടലിലേക്ക് എറിഞ്ഞ് പകുതി മുതലാളിക്ക് കൊടുക്കുന്ന ഒരു കുരങ്ങൻ ഈ മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞ സംഭവമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി തന്റെ മുസ്നദ് അഹ്മദിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, എന്ത് നിഷിദ്ധമായ രീതിയിൽ എന്ത് സമ്പാദിച്ചാലും അത് ഇരുലോകത്തും നശിക്കുക തന്നെ ചെയ്യും എന്നുള്ള പാഠമാണ്. ഹറാമായ വഴിയിലൂടെ 100 രൂപ ഒരാൾ സമ്പാദിച്ചാൽ അതിൽ 50 രൂപ തീർച്ചയായിട്ടും ഇയാൾക്ക് യാതൊരു ഉപകാരവുമില്ലാതെ നഷ്ടപ്പെടും. കള്ളം പറഞ്ഞും കരിഞ്ചന്ത നടത്തിയും പൂഴ്ത്തിവെപ്പ് നടത്തിയും എന്ത് സമ്പാദിച്ചാലും ആരെയൊക്കെ പറ്റിച്ച് എന്തൊക്കെ വാരിക്കൂട്ടിയാലും അത് ഉപകാരപ്പെടുകയില്ല. ഒന്നെങ്കിൽ അത് ആശുപത്രിക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗവൺമെന്റ് പിടിച്ചെടുക്കും, അല്ലെങ്കിൽ അഗ്നിക്കിരയായി നശിക്കും. മോശമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാതെ പിടിച്ചു വെക്കുന്ന സമ്പത്ത് 3 രീതിയിലാണ് നശിക്കുക. ഒന്നാമത്തേത് കത്തിപ്പോവും, ചിലപ്പോൾ ഗോഡൌണ് തീ പിടിക്കും. രണ്ടാമത്തേത് കള്ളം കൊണ്ടുപോകും. മൂന്നാമത്തേത് ഗവൺമെന്റ് ഇൻകം ടാക്സുകാർ വന്ന് എന്ത് ചെയ്യും? പിടിച്ചോണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഹറാമായത് സമ്പാദിച്ചാൽ അത് ഈ കുരങ്ങൻ കടലിലേക്ക് എറിഞ്ഞതുപോലെ കടലിലേക്ക് പോയി വീഴുകയും നമ്മിൽ നിന്നത് നഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചതിയും വഞ്ചനയും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ ഗശ ഫലൈസ മിന്നാ. ഈത്തപ്പഴ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ധാന്യത്തിന്റെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ ധാന്യ കൂമ്പാരത്തിന്റെ മുമ്പിലൂടെ പ്രവാചകൻ കടന്നുപോയപ്പോൾ അയാളുടെ ആ ധാന്യ കൂമ്പാരത്തിന്റെ ഉള്ളിലേക്ക് പ്രവാചകൻ തന്റെ കൈ പ്രവേശിപ്പിച്ചു. പ്രവാചകൻ ഫുഡ് ഇൻസ്പെക്ടറാണ്, എല്ലാ അധികാരവുമുള്ള വ്യക്തിയാണ്. അപ്പൊ ഫുഡ് ഇൻസ്പെക്ടർ ആകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു പരിശോധന ആവശ്യമാണ്. പ്രവാചകൻ ധാന്യ കൂമ്പാരത്തിന്റെ ഉള്ളിലേക്ക് കൈ പ്രവേശിപ്പിച്ചു. ഫഅസാബതുഹു ബലലുൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ നനഞ്ഞു. പ്രവാചകൻ ചോദിച്ചു, മാ ഹാദാ, എന്താണിത്? അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, കഴിഞ്ഞ ദിവസം മഴ പെയ്തിരുന്നു, മഴ പെയ്തപ്പോൾ നനവ് സംഭവിച്ചതാണ്. നബിതങ്ങൾ പറഞ്ഞു, എങ്കിൽ ആ നനഞ്ഞ ഭാഗം ആളുകൾക്ക് കാണുന്ന രീതിയിൽ വെളിയിൽ വെച്ചുകൊണ്ട് നിനക്ക് കച്ചവടം നടത്തിക്കൂടായിരുന്നോ? ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി നനഞ്ഞത് ഉള്ളിലാക്കുകയും ഉണങ്ങിയത് നല്ലത് പുറത്തു വെച്ച് കച്ചവടം ചെയ്യുകയാണോ നീ?
മൻ ഗശ്ശ ഫലൈസ മിന്നാ, ആരാണോ വഞ്ചന കാണിക്കുന്നത് അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധമായ നെയ്യാണ്, യാതൊരു കലർപ്പും ഇതിലുണ്ടായിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ല ചില വീടിന്റെയൊക്കെ മുമ്പിൽ പരസ്യം, അല്ലെ, ശുദ്ധമായ നെയ്യാണെന്ന് പരസ്യം എഴുതിയിട്ട് ഏറ്റവും മോശമായ സാധനങ്ങൾ വിൽക്കുന്നവർ നല്ല തേനാണ് എന്ന് പരസ്യം എഴുതി വെക്കും. ശുദ്ധമായ കാട്ടുതേൻ, യാതൊരു കൃത്രിമവും കലർന്നിട്ടില്ല, പഞ്ചസാര കലക്കി തേൻ കച്ചവടം നടത്തി അതിൽ നിന്ന് വരുമാനമുണ്ടാക്കി ആളുകളെ പറ്റിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട, നിന്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ചതിയും വഞ്ചനയും പാടുള്ളതല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം എന്നുള്ളത് ചില പാഠങ്ങൾ, ചില ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഇൽമുകൾ അല്ലാഹു മനുഷ്യരല്ലാത്ത ജീവികളിലൂടെ മനുഷ്യരെ പഠിപ്പിക്കും എന്നുള്ളതാണ് ഒരു പാഠം. എല്ലാം മനുഷ്യർ തന്നെ പരസ്പരം പഠിപ്പിക്കണമെന്നില്ല. മനുഷ്യ ഞാനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്നും ചിന്താശേഷിയുള്ളവനെന്നും വീമ്പ് പറയുമ്പോൾ മനുഷ്യൻ യാതൊരു വിലയും കൽപ്പിക്കാത്ത ചില ജീവികളിലൂടെ മനുഷ്യരെ അല്ലാഹു ചില പാഠങ്ങൾ പഠിപ്പിക്കും. ഈ സംഭവത്തിൽ കുരങ്ങനിലൂടെ നമുക്ക് കിട്ടിയ പാഠം എന്താണ്? വഞ്ചിച്ചെടുക്കുന്ന മുതൽ അത് നശിക്കുക തന്നെ ചെയ്യുമെന്നുള്ള പാഠമാണ്. ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് ജീവികളെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു പറയുന്ന പ്രധാനപ്പെട്ട ഒരു ജീവിയാണ്, ഒരു പക്ഷിയാണ് കാക്ക. ഈ കാക്ക എന്തിനാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത്? ഫബഅസല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർളി ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖി. കാക്കയിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് മയ്യിത്തടക്കാമെന്നുള്ള പാഠമാണ്. ലോക ചരിത്രത്തിൽ നടന്ന ആദ്യത്തെ കൊലപാതകമാണ് ആദമിന്റെ മൂത്ത പുത്രനായ കാബീൽ ഇളയവനായ ഹാബീലിനെ കൊലപ്പെടുത്തിയത്. ആദ്യത്തെ സംഭവമായതുകൊണ്ട് ഒരാളെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ അയാളെ എന്ത് ചെയ്യണമെന്നുള്ള പാഠമോ അല്ലെങ്കിൽ ബുദ്ധിയോ മനുഷ്യനില്ല. ആ സമയത്ത് തന്റെ കൈകളാൽ കൊല്ലപ്പെട്ട തന്റെ അനുജന്റെ മയ്യത്തിന്റെ മുമ്പിലിരുന്ന് വിലപിക്കുന്ന കാബീലിന്റെ മുന്നിലേക്ക് അള്ളാഹു ഒരു കാക്കയെ അയക്കുകയാണ്. ആ കാക്കയാണ് മയ്യത്തിനെ മറവ് ചെയ്യണം എന്ന പാഠം ആദ്യമായിട്ട് ലോക ചരിത്രത്തിൽ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തത്. ഈ കാക്കയുടെ വിരലുകൾക്കിടയിൽ, അതിന്റെ കാലുകൾക്കിടയിൽ ചത്ത ഒരു കാക്കയുടെ മയ്യത്തുണ്ടായിരുന്നു. ആ മയ്യത്തുമായിട്ടാണ് ഈ കാക്ക വരുന്നത്. നിലത്ത് വന്നിരുന്നു, എന്നിട്ട് അതിന്റെ ലോലമായ കാലുകൾ കൊണ്ട് ഒരു കുഴിയെടുക്കുകയും ആ കുഴിയിലേക്ക് ഈ ചത്ത കാക്ക കുഞ്ഞിനെ തള്ളിവിട്ട് മണ്ണിട്ട് മൂടുകയും ചെയ്യുന്ന കാഴ്ച കാബീൽ കാണുകയാണ്. അങ്ങനെയാണ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് മയ്യത്തിനെ എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന പാഠം മനുഷ്യന് കിട്ടിയത്. അപ്പൊ കാക്കയെ കൊണ്ട് അല്ലാഹു അത് പഠിപ്പിച്ചു. പിന്നീട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ മറ്റൊരു ജീവിയാണ് നംല്, ഉറുമ്പ്. ഈ ഉറുമ്പിന് എന്തിനാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്? ഈ ഉറുമ്പിലൂടെ അല്ലാഹു നമ്മെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. സഹകരണം, അച്ചടക്കം, ഇതിന്റെ പാഠങ്ങളാണ് ഉറുമ്പിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. ഉറുമ്പ് വലിപ്പത്തിൽ ചെറുതാണ്, പക്ഷേ ഒരു ജോലി ഏറ്റെടുത്താൽ കുറച്ചാളുകളല്ല ചെയ്യുന്നത്, എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് അത്ഭുതകരമായ സംവിധാനമാണ് ഉറുമ്പിനുള്ളത്. വരാൻ പോകുന്ന കാലത്തേക്ക് വേണ്ടി ഉറുമ്പുകളെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അവർക്ക് ആവശ്യമായ ധാന്യമണികൾ ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം വന്ന് ആര് കാണും? സെക്രട്ടറി കാണും, പ്രസിഡന്റ് കാണും. ഉറുമ്പിന്റെ സമൂഹത്തിൽ അങ്ങനെയല്ല. സെക്രട്ടറിയും പ്രസിഡന്റും മാത്രമല്ല, എല്ലാവരും എന്ത് ചെയ്യും? ആ പ്രവർത്തനത്തിലുണ്ടാവും. സഹകരണം, അച്ചടക്കം, അതിന്റെ മഹത്വമാണ് ഉറുമ്പ് പഠിപ്പിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ മറ്റൊരു മൃഗമാണ് കസ്വറ. കസ്വറ എന്ന് പറഞ്ഞാൽ സിംഹമാണ്.
സിംഹത്തെക്കുറിച്ച് അള്ളാഹു എന്തിനാണ് ഖുർആനിൽ പറഞ്ഞത്? സിംഹത്തിലൂടെ അള്ളാഹു ജമാഅത്തായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ശക്തിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സിംഹത്തിന് യഥാർത്ഥത്തിൽ കാട്ടിലെ രാജാവാകാനുള്ള ഒരു യോഗ്യതയുമില്ല. വലിപ്പത്തിൽ സിംഹത്തെ കവച്ചു വെക്കുന്ന എത്രയോ ജീവികളുണ്ട് കാട്ടിൽ. ശബ്ദത്തില് സിംഹത്തെ കവച്ചു വെക്കുന്ന എത്രയോ ജീവികളുണ്ട്. പക്ഷെ എന്നിട്ടും കാട്ടിലെ രാജാവ് സിംഹമാണ്. എന്തുകൊണ്ട്? ജമാഅത്തായിട്ട് നിന്നാൽ. സിംഹം എന്ന് പറഞ്ഞാൽ ഒരു ടീമാണ്. ആ ടീമിൽ 15 ആളുകൾ ഉണ്ടാകുമെന്നാണ്. 15 സിംഹങ്ങൾ ചേർന്നതാണ് ഒരു ടീം. അപ്പൊ ഇവർ ജമാഅത്തായിട്ട് നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ള മൃഗങ്ങൾ ഇവരുടെ മുമ്പിൽ വരാൻ ഭയപ്പെടുന്നു. ആ ജമാഅത്തിന്റെ പേരിലാണ് ഇവർക്ക് ധൈര്യവും തന്റേടവും ശക്തിയുമൊക്കെ ഉണ്ടാവുന്നത്. അള്ളാഹു സിംഹത്തിലൂടെ ഈ ഒരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ മറ്റൊരു മൃഗമാണ് ഒട്ടകം. ഇബിൽ, ജമൽ, നാഖത്ത്, 100 കണക്കിന് പര്യായ പദങ്ങൾ ഈ ഒട്ടകത്തിനുണ്ട് എന്നാണ്. 100 കണക്കിന് വാക്കുകൾ ഒട്ടകത്തെ സൂചിപ്പിക്കാൻ അറബി ഭാഷയിലുണ്ട്. ഈ ഒട്ടകത്തെ കുറിച്ച് അള്ളാഹു എന്തിനാണ് പറഞ്ഞത്? നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യാറുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഈ ഒട്ടകത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ക്ഷമയാണ്, സഹിഷ്ണുതയാണ്. വലിയ ദുരിതം പേറിക്കൊണ്ട് മരുഭൂമിയിലൂടെ ദിവസങ്ങളോളം ഒട്ടകം സഞ്ചരിക്കുന്നു. ഉള്ളിൽ വെള്ളം വഹിച്ചുകൊണ്ട് കഠിനമായ മരുഭൂമിയിലൂടെ തളരാതെ മുന്നോട്ടു പോകാൻ ഒട്ടകത്തെ സഹായിക്കുന്നത് ക്ഷമയാണ്, അതിന്റെ സഹനതയാണ്. അപ്പൊ മനുഷ്യനോട് പറയുകയാണ്, നിനക്ക് എത്ര പ്രയാസമുള്ള മേഖല താണ്ടിക്കടങ്ങണമെങ്കിലും നീ ഒട്ടകത്തെ കണ്ടുപിടിക്കണം. ആ ഒട്ടകത്തിൽ നിന്നാണ് ക്ഷമ പഠിക്കേണ്ടത്. പിന്നെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ മറ്റൊരു മൃഗമാണ് നായ. സൂറത്തുൽ കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു ഖിത്മീർ എന്ന് പറയുന്ന ഒരു നായയെ കുറിച്ച് പറയുന്നുണ്ട്. ആ നായ എന്തിനാണ് ഖുർആനിലൂടെ അള്ളാഹു തആല പറഞ്ഞത്? ഈ നായ അതിന്റെ മുതലാളിയോട്, അതിന്റെ യജമാനനോട് നന്ദിയുള്ളവനാണ്. യജമാനൻ മരിച്ചാൽ ആ ഖബറിന്റെ അടുക്കൽ പോയിരിക്കും നായ. യജമാനൻ പോയാൽ യജമാനന്റെ പിറകെ പോവും നായ. യജമാനനോട് വിശ്വസ്തതയും നന്ദിയുമുള്ള നായയിൽ നിന്ന് അള്ളാഹുവിനോട് നന്ദിയില്ലാത്ത മനുഷ്യൻ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോ മനുഷ്യൻ നായയെ കണ്ടു പഠിക്കണം എന്നുള്ളതിന് വേണ്ടിയാണ് അല്ലാഹു തആല പട്ടിയെ കുറിച്ച്, നായയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത്. പിന്നെ പ്രാവിനെ കുറിച്ച് പറയുന്നുണ്ട് ഖുർആനിൽ. ഇങ്ങനെ ഒരുപാട് ജീവികളെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. ചില സമയങ്ങളിൽ മനുഷ്യർക്ക് പാഠം പഠിക്കാനുള്ളത് മറ്റ് ജീവികളിൽ നിന്നാണ്. ഇത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, ഒരു നടപടിക്രമമാണ്, ഒരു പ്രത്യേകമായ സംവിധാനമാണ്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചതിയോ വഞ്ചനയോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് വിശ്വാസത്തെ ഇല്ലാതാക്കി കളയും, വിശുദ്ധമായ പരമ്പരകളെയും നശിപ്പിച്ചു കളയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പരിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം ഈ റമദാനിലൂടെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ആരൊക്കെയുണ്ട് അവർക്കെല്ലാം അല്ലാഹു ഖൈർ ബറകാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.